ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഒരു മൈക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യം ഒരു 1.5 വർഷത്തിന് മുമ്പ് നമ്മുടെ വീഡിയോ കൊണ്ടൊരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന മൈക്ക് കേട്ടോ. അത് കേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മൈക്കാണ്. 1.5 വർഷത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്തേക്കുന്ന മൈക്കാണ്. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സൗണ്ടും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും എന്തോരം സൗണ്ടും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ സിംഗിൾ മൈക്കൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ മൈക്ക് വാങ്ങാന്നുള്ളതേ ഉള്ളൂ. അന്ന് ഏകദേശം ഒരു 600 രൂപയ്ക്കകത്ത് മാത്രമാണ് റേറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മേടിച്ചേക്കെന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആയിട്ടുള്ള മൈക്കാണ്. അപ്പം മാക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മൈക്കാണ് കേട്ടോ. അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തേക്കുന്ന ഒരു മൈക്കാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ മൈക്കിന്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എന്തായാലും പറയണം. അത് അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾ പുതിയൊരു വ്ളോഗിങ്ങിനോ മറ്റു കാര്യത്തിനൊക്കെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് പ്രയോജനം ചെയ്യും. എന്താണ് ആ മൈക്കിനകത്തുള്ള എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സ്നേഹം ആ മൈക്ക് കൊടുത്തിട്ടേ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഓപ്പൺ ചെയ്ത രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. നമുക്കിപ്പം നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ, ഫോണാവട്ടെ അങ്ങനെയുള്ള ബന്ധപ്പെട്ട് എന്ത് ഐറ്റംസ് വാങ്ങുവാണെങ്കിലും ഓൺലൈൻ വഴി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് അവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും. കാരണം ഇതിനകത്ത് പ്രോഡക്റ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ള രീതി ചെക്ക് ചെയ്ത് നോക്കും. പുള്ളിക്കാരൻ വന്ന് കറക്റ്റായിട്ട് ഇത് പൊട്ടിച്ച് ഓപ്പണൊക്കെ ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കി ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട. ബാക്കി ഐറ്റംസ് ഒന്നും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ ഷർട്ട് ഓൺലൈൻ വഴി മേടിച്ചാണ്. അപ്പോൾ അതിനങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഇതിനുണ്ട് കേട്ടോ. ഇതിനുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ഒരു ഫോൺ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി മേടിച്ചായിരുന്നു. അതിനും സെയിം കാര്യങ്ങൾ തന്നെ ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് മൈക്ക് കേട്ടോ. മാക് എന്ന് പറഞ്ഞ മൈക്കാണ് കേട്ടോ. ഡ്യുവൽ മൈക്കാണ്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്ന ഈ പടവോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബോക്സ് കഴിഞ്ഞിട്ട് പിന്നെ വന്നേക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബോക്സ് ആണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനാണ്ട് ഇതാണ് മാക് വയർലെസ്. അപ്പം പിന്നെ വയർലെസ് കണക്ടിവിറ്റി, ലൈവ് ഷോ, ഇന്റർവ്യൂ, അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എടുക്കാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേന് ഇതിനകത്ത് ഇതാണ് മാക്കിന്റെ മൈക്കിന്റെ ഇത് കേട്ടോ. അത് വിത്ത് ഡോക്കായിട്ടൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഇത് മിക്കവാറും നമ്മുടെ സി ടൈപ്പ് കേബിളും കാര്യങ്ങളും ആയിരിക്കും. യെസ്, സി ടൈപ്പ് കേബിളും അതുപോലെ തന്നെ നമ്മുടെ ഐഫോണിന്റെ മറ്റേ പ്ലഗ് ഇൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ബോക്സ് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ. പ്രൈസും കാര്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോഴത്തേനാണ് കറക്റ്റായിട്ട് ഞെട്ടാൻ പോകുന്നത്. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളുമാണ്. 2 മൈക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു റിസീവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് തന്നെ ഇട്ട് നമുക്ക് ചാർജും കാര്യങ്ങളും എല്ലാം ചെയ്യാം കേട്ടോ. ഈ റിസീവറുമായിട്ട് നമുക്ക് ഐഫോണുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന് വേറെ നമുക്കൊരു കണക്ടറും കാര്യങ്ങളും ഉണ്ട് ഐഫോണിൽ തന്നെ. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഐഫോൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസിന് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ ഇരിക്കുന്ന സാംസങ്ങിന്റെ ഫോണാണ്. സാംസങ്ങിന്റെ ഫോണിനായിട്ട് പെയർ ആവുന്നതിനൊന്നും അല്ലാത്ത പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിനകത്തൊരു കാര്യമുണ്ട്. അപ്പം ഇതിങ്ങനെ ഇട്ട് നമുക്ക് കറക്റ്റായിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ ബോട്ടമിൽ കറക്റ്റായിട്ട് നമുക്ക് സി ടൈപ്പ് യൂസ് ചെയ്ത് ചാർജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ചാർജ് ഫിൽ ആയിട്ടുണ്ടായിട്ടാണ് ഇപ്പോൾ ഈ ഗ്രീൻ ലൈറ്റ്. ഞാനിപ്പം പ്രോഡക്റ്റ് ഒക്കെ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ വഴിയാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ അത്യാവശ്യം ഓഫറും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. ബില്ലിനും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫേഴ്സും. അത് മാത്രമല്ല നമ്മുടെ കുറേ അധികം ഇപ്പോൾ ദീപാവലിക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് വാങ്ങാൻ പറ്റിയത് നിലവിൽ മാക്കിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. പ്രൈസ് പ്രൈസിൻ്റെ കാര്യം നിങ്ങൾ കേട്ടോ. പ്രൈസ് കിഡിലും പ്രൈസിലാവുന്നത്. ഏകദേശം 899 രൂപയ്ക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ 10 രൂപ പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ 909 രൂപയ്ക്കാണ് ഞാൻ ഈ പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പം പ്രോഡക്റ്റിന്റെ വില ഡ്യുവൽ മൈക്ക് വിത്ത് ഈ ഡോക്കിനകത്ത് ചാർജ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു നിലവിൽ ഇപ്പം ഫ്ലിപ്കാർട്ട് ആവട്ടെ ആമസോൺ ആവട്ടെ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിൽ കിടക്കുന്നതിനകത്ത് നിലവിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കിടക്കുന്ന ഒന്ന് ഈ മാക് എന്ന് പറഞ്ഞ് ഈ കാണുന്ന ഡ്യുവൽ M13 Pro എന്ന് പറഞ്ഞ് ഈ കാണുന്ന മൈക്കാണ് കേട്ടോ. അപ്പം പ്രൈസ് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇത് എങ്ങനെയുണ്ട് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ കൈ കിട്ടിയിട്ടേ ഉള്ളൂ. യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സൗണ്ടും കാര്യങ്ങളും എങ്ങനെയുണ്ട്, ക്ലാരിറ്റി എങ്ങനെയുണ്ട്, അത്യാവശ്യം നോയിസ് ക്യാൻസൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാവാനായിട്ട് പറ്റത്തുള്ളൂ. 2 പേരൊക്കെ വേണം, അല്ലെങ്കിൽ 2 പേരെ വ്ളോഗിങ് ഒക്കെ വരുന്ന സമയത്ത് മറ്റു നമ്മുടെ അടുത്തൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സൗണ്ടും കാര്യങ്ങളും ഞാൻ നിലവിൽ ഇതിനകത്ത് സംസാരിക്കുമ്പം അതുവരെ ക്യാപ്ചർ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടുകൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്യുവൽ മൈക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ട്രാവൽ വ്ളോഗ് ആവട്ടെ അല്ലാത്ത വ്ളോഗ് ആവട്ടെ എന്ത് ചെയ്താലും ഡ്യുവൽ മൈക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ മാക് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ മൈക്ക് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന മാക്കിന്റെ മൈക്ക് മേടിക്കാനായിട്ട് അത്യാവശ്യം നല്ല ഡൗട്ടിലായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഫ്ലിപ്കാർട്ടിനകത്തൊക്കെ നമ്മുടെ ഐഫോൺ മാത്രം ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോൺസിന് ഓപ്പൺ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആയിട്ടുണ്ട് ഫോണിന്റെ ക്യാമറയ്ക്കകത്ത് തന്നെ കേട്ടോ. ആ കാര്യം ഓർത്താരും പേടിക്കണ്ട. മാക്കിന്റെ 2 മൈക്കും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ റിസീവർ വരുന്നുണ്ട്. അതിനോട് തന്നെ
ഐഫോണിന്റെ കണക്ടർ വരുന്നുണ്ട്, പിന്നെ സി ടൈപ്പ് ചാർജിങ്, ഈ ഡോക്കും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ള സി ടൈപ്പ് ചാർജിങ്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഇൻഡിവിജ്വലായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ, സിംഗിളായിട്ട് ചാർജ് ചെയ്യണമെങ്കിലും ചാർജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. രണ്ടിൻ്റെയും സൈഡിലായിട്ടും ഉണ്ട് കേട്ടോ. അപ്പം ഇത് അടിപൊളിയാണ്. നമുക്കപ്പം കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടിയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ 2 മൈക്കോട് അറ്റ് എ ടൈമിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാനപ്പോൾ ഈ മൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് അതിൻ്റെ ക്ലാരിറ്റിയും അതിൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്നും നോയിസ് എന്തോരം ക്യാൻസൽ ആവുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിക്കോ. അപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ കേറ്റ് എന്ന് പറഞ്ഞ മൈക്കിലാണ്. അപ്പോൾ ഇനി എന്തായാലും ഇത് ഓഫ് ചെയ്യാണ്. ഇനി ഫോണിനകത്ത് എടുത്തിട്ട് ഞാൻ എന്തായാലും സംസാരിച്ചിട്ട് അതിനുശേഷം വീണ്ടും നമ്മൾ ഈ മാക്കിൻ്റെ മൈക്കുമായിട്ട് വെച്ചിട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ക്ലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം എൻ്റെ ഫോണിലാണ് ഇപ്പം നിലവിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഫോണിനകത്തുള്ള സൗണ്ടും അതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ ആയിരിക്കും നിങ്ങളിപ്പം കേൾക്കുന്നത് കേട്ടോ. സാംസങ്ങിൻ്റെ ഫോണാണ്, S23+ ആണ് ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ മൈക്കും അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു മൈക്കാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നേരത്തെ ഞാൻ K8ൻ്റെ മൈക്കാണ് കണക്ട് ചെയ്തിരുന്നത്. ഇനി ഞാൻ മാക്കിൻ്റെ മൈക്ക് കണക്ട് ചെയ്യാം. ഡ്യുവൽ മൈക്കാണ്. അപ്പം ഡ്യുവൽ മൈക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേന് 2 പേര് സംസാരിക്കുമ്പോഴത്തേന് എങ്ങനെയാണ് അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത് ഇനി നിങ്ങൾക്ക് മൈക്ക് എന്തായാലും ഞാൻ ഒന്ന് ഓണാക്കി കാണിക്കാം. സൈഡ് ബട്ടണിൽ എന്തായാലും ഒന്ന് ടൈറ്റ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മൈക്ക് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനാണ് ഈ ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നത്. വീണ്ടും ആ ബട്ടണിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേന് മൈക്ക് ഓണും ഓഫും ആവുന്ന രീതിയിൽ കാണിക്കും. ഓൺ ഓഫ് മീൻസ് മൈക്ക് മ്യൂട്ട് അയക്കുന്ന രീതിയിലാണ്. ഇപ്പൊ സംസാരിക്കുകയാണെങ്കിൽ റെക്കോർഡ് ആവത്തില്ല. ഈ രീതിയിൽ കത്തുവാണെങ്കിൽ കേട്ടോ, പച്ച ഇങ്ങനെ കത്തിയാണെങ്കിൽ ചെയ്യുവാണെങ്കിൽ റെക്കോർഡ് ആവത്തില്ല. വീണ്ടും അതിലൊന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് വീണ്ടും ഓക്കെ ആവും. നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വീണ്ടും ഫുൾ ആയിട്ടൊന്ന് ടൈറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേന് മൈക്ക് ഓഫ് ആയിട്ടുണ്ട്. അപ്പോഴത്തേന് ആ സിഗ്നൽ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. വലിയ വലിപ്പമില്ല കേട്ടോ, വലിയ വലിപ്പമില്ല, വലിയ വെയിറ്റ് ഇല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയത്തുമില്ല. വെയിറ്റ് ഉള്ള ഐറ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷർട്ടൊക്കെ ഇടുമ്പോഴത്തേനും ഷർട്ടിന്റെ ഇവിടുന്ന് ബട്ടൺസിന്റെ ഇവിടുന്ന് ഇങ്ങനെ താന്ന് കിടക്കുന്നവർ വരും. ഇതിന് അങ്ങനെയുള്ള വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്നത് നമ്മുടെ മാക്ക് എന്ന് പറഞ്ഞ മൈക്കിന്റെ ഡ്യുവൽ മൈക്കിന്റെ ഇതിലാണ്. അപ്പം അതിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തോരം ക്വാളിറ്റി ഉണ്ട്, സൗണ്ട് എന്തോരം നോയ്സ് ഒക്കെ എന്തോരം ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ഇപ്പൊ നിലവിൽ ഓവറായിട്ടുള്ള നോയ്സ് ഇല്ല. അപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ നോയ്സിന്റെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എന്തായാലും ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളിടത്തൊക്കെ പോയിട്ട് ഈ മൈക്ക് വെച്ചതോടെ എന്തായാലും ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ സംസാരിച്ച് ചെയ്യിപ്പിച്ചു. അപ്പൊ ഞാൻ ഒരു മൈക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത മൈക്കൂടെ കണക്ട് ചെയ്തിട്ട് എന്താണ് സൗണ്ട് എന്നുള്ളതോടെ നമുക്ക് നോക്കാം. അതുപോലെ ഇപ്പൊ ഞാൻ ഈ മൈക്കോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തും ഒന്ന് നടന്ന് കാണിച്ചു തരാം. അപ്പൊ എന്തോരം രീതിയിലുള്ള സൗണ്ട് വരെ ഇത് പിടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നോക്കിക്കോണേ. ഞാൻ ആ തോട്ടത്തിനകത്തോട് നടന്നു പോകാം. കാടൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല, നടന്നു പോകാം കേട്ടോ. അപ്പോഴത്തേന് ഏകദേശം എന്തോരം ദൂരം വരെ പോകും നോക്കാം. കാടൊക്കെയാണ്, വല്ല പാമ്പൊക്കെ ഉണ്ടോന്നുള്ള കാര്യം ദൈവത്തിന് മാത്രം അറിയാം. ഇപ്പൊ ഏകദേശം ഒരു എങ്ങനെ പോയാലും ഒരു 10 മീറ്ററിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തായാലും നോക്കുക, എന്തായാലും സൗണ്ടും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഞാൻ അത്യാവശ്യം നടന്ന് ഇനി കുറേ മാറി ഒരു 10-15 മീറ്റർ 20 മീറ്ററോളൊക്കെ ആയെന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹയ്ക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ നമുക്ക് ഇത്രയും വരെയൊക്കെ ദൂരെ പോകാനായിട്ട് വരത്തുള്ളൂ. അപ്പൊ ഇത്രയും ദൂരം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഞാൻ നടന്ന് കാണിച്ചു തരാം. പക്ഷേ ക്യാമറയ്ക്ക് അത് എന്തോരം കിട്ടുമെന്ന് അറിയത്തില്ല. ഇത്രയും ദൂരം പോയപ്പോഴത്തേനും സൗണ്ടിന്റെ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ വോയിസോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രയോജനമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനപ്പോൾ അടുത്ത മൈക്കും കാര്യങ്ങളും ഓൺ ആക്കിയിട്ടുണ്ട്. സ്നേഹയ്ക്ക് എന്തായാലും കൊടുക്കാം. അപ്പൊ സ്നേഹം എന്തായാലും സംസാരിച്ചുകൂടെ നോക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരോട് സംസാരിക്കുമ്പോഴത്തെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ, അത് രണ്ടുപേരും സൗണ്ട് ഒക്കെ വ്യക്തമാണെന്നുള്ള കാര്യം എന്തായാലും നോക്കാം കേട്ടോ. സ്നേഹ, അപ്പം ഈ മൈക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴെന്തോ തോന്നി? അത്യാവശ്യം ഓക്കെ ആണോ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സൗണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കേൾക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തോന്നുന്നുണ്ടല്ലേ? മാത്രമല്ല നമ്മുടെ ഈ മൈക്കിന്റെ പാക്കിങ് കാര്യങ്ങൾ വന്നപ്പോഴത്തേനൊക്കെ അത്യാവശ്യം നല്ലതല്ലേ? പ്രൈസ് കൊണ്ടും കുഴപ്പമൊന്നും നമുക്ക് തോന്നുന്നില്ല. ഞങ്ങള് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനൊരു മൈക്കും കാര്യങ്ങളും മേടിച്ചേട്ടോ. സ്നേഹയ്ക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നി. ചാർജ് ചെയ്യുന്നതിന്റെ കാര്യത്തിലും അത് മാത്രമല്ല, ഒറ്റയ്ക്ക് ഒരു മൈക്ക് കൊണ്ട് പോകുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. ഒറ്റയ്ക്ക് ഒരു മൈക്കോട്ട് പോകുമ്പോഴത്തേന് നമ്മൾ അടുത്തിരിക്കുന്നവരുടെ സംസാരം നമുക്ക് കേൾക്കാൻ പറ്റും. കേൾക്കുന്നില്ലായിരുന്നു. അപ്പം ഈ രണ്ടുപേര് സംസാരിച്ചേക്കുന്നതിന്റെ സൗണ്ടും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പറയുക. ഏതെങ്കിലും സൗണ്ടും കാര്യങ്ങളും കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. സ്നേഹ പൊതുവെ ഇച്ചിരി മെല്ലെയാണ് സംസാരിക്കുന്നതിനേക്കാളും. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ടാവും. അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ മൈക്കിന്റെ സൗണ്ടും അതിന്റെ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്തായാലും അഭിപ്രായം എന്തായാലും പറയാം. കമന്റ് എന്തായാലും മൂലം എന്തായാലും രേഖപ്പെടുത്തുക.
അപ്പം എനിക്കൊരു കിട്ടില്ല മൈക്കായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതിന്റെ ചാർജിങ് ടൈമും എത്ര നേരമൊക്കെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ളതെന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂവും കാര്യങ്ങളും നമ്മളിത് നല്ല രീതിയിൽ യൂസ് ചെയ്തതിനു ശേഷം ഒരു 1 മന്തിനകത്ത് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പൊ അതിന് മുമ്പുള്ള ഇതൊരു യൂസർ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, വന്നപ്പം കണ്ട ഇഷ്ടം തോന്നിയിട്ട് ഒരു റിവ്യൂ, ആർക്കെങ്കിലും ഒക്കെ പ്രയോജനമാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു കാര്യമാണ്. മാക് എന്നാണ് കമ്പനിയുടെ പേര്. റേറ്റും കാര്യങ്ങൾ അയക്കുന്നത് 909 രൂപയാണ് എനിക്കായത്. 899 ആയിരുന്നു പ്രൈസ് വരുന്നത്. 10 രൂപേന്റെ കൊറിയർ ചാർജും കാര്യങ്ങളും ഉൾപ്പെടെയാണ് അയക്കുന്നത്. ഡോക്കും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. ചാർജ് ചെയ്യാം. ഡ്യുവൽ മൈക്കാണ്, 2 മൈക്കാണ്. അതിന്റെ ഒരു ട്രാൻസ്മിറ്റർ അല്ല റിസീവറും കാര്യങ്ങളും വരുന്നുണ്ട്. അതെല്ലാം കൂടെ ഉള്ള നല്ല കിഡിലിനൊരു ബോക്സിൽ പാക്ക് ചെയ്ത് തരുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നേരെ ബുക്ക് ചെയ്തോ. അപ്പൊ നമ്മൾ പുതിയ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എന്തായാലും ബൈ.